വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിന്റെ നിലപാട് മാറ്റി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന നിലപാടിൽ മുഖ്യമന്ത്രി അയവ് വരുത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച മറച്ചുവയ്ക്കാനാണ് മുഖ്യമന്ത്രിയുടെ നടപടി. ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 തലത്തിൽ അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ മനുഷ്യനിർമ്മിത ദുരന്തം എന്നായിരുന്നു ആദ്യം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശേഷിപ്പിച്ചത്. എന്നാൽ ആ നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് മാറ്റിയത്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സമീപത്തായി മണ്ണ് കൂട്ടിയിട്ടിരുന്നതായും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാത്തതാണ് ദുരന്തത്തിന് ഇടയാക്കിയത് എന്നായിരുന്നു മുഖ്യമന്ത്രി ആദ്യ പ്രതികരണം നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമെല്ലാം നടന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ അത് സർക്കാരിന്റെ വീഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റം. ഈ മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടും അത് അവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം അത് ആ ജില്ലാ ഭരണകൂടത്തിനു കൂടി ഉള്ളതല്ലേ? അവരുടെ ഭാഗത്തു നിന്ന് കൂടി മിസ്റ്റേക്ക് ഉണ്ടായി. അല്ല, അത് അവരാവശ്യപ്പെടുകയും അത് ഞാനൊരു ചോദ്യത്തിന് മറുപടി അവർ റിപ്പീറ്റ് ചെയ്ത് അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് PWD കൂടി ആവശ്യപ്പെട്ടിട്ട് ചെയ്തില്ല. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതരമായ പാളിച്ച ഉണ്ട്. നീക്കം ചെയ്യാത്തതിൽ അതല്ലേ പരിശോധിക്കുമെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് പ്രതികളെ കണ്ടെത്താനൊന്നും ശ്രമിച്ചില്ലല്ലോ. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. ഞാൻ കയറി മുൻകൂട്ടി ആരാണ് കുറ്റക്കാരെന്നൊന്നും പ്രഖ്യാപിക്കാൻ പാടില്ലല്ലോ. ജില്ലാ ഭരണകൂടത്തെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതൊന്നും വേണ്ട, അതൊക്കെ അന്വേഷിക്കട്ടെ. ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 തലത്തിലെ അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇത് 2-2 ആണ്. റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം നിർത്തിവെക്കാനും സർക്കാർ തീരുമാനിച്ചു. അപ്പോഴും ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നത് തന്നെയാണ് ചർച്ചയാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.